ക്രിസ്മസ് ക്രാഫ്റ്റിൽ അടുത്ത ഐറ്റം കണ്ടാലോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെക്കർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കയ്യിൽ ക്രാഫ്റ്റും ആർട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലൊരു ഗ്ലൂ ഗൺ ഉണ്ടായിരിക്കില്ലേ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലൊരു കവർ വെച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഒരു നൂല് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്ത് ഗ്ലൂ ഗണ്ണോട് ഇതാ ഇതേപോലെ ഒരു ട്രീയുടെ ഷേപ്പിൽ അതിൻ്റെ മുകളിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി മെല്ലെ ഇതത് പറിച്ചെടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ നൂല് ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് നമുക്കൊന്നിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ട്രീയുടെ ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങി തീരും മുന്നേ ശരിക്കും വേണം ഗ്ലിറ്റർ അടിക്കാനായിട്ട്. ഞാനിതെല്ലാം ചെയ്ത് വന്നപ്പോഴേക്കും ഗ്ലൂ ഗണ്ണൊക്കെ ഒട്ടിച്ചേർന്ന് ഉണങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളിത് എന്താ ചെയ്യുക, അതിൻ്റെ മുകളിൽ കുഞ്ഞു പശയൊക്കെ തേച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലിറ്റേഴ്സും കൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിക്കുമ്പോൾ അതല്ലെങ്കിൽ സൈഡ് വോളൊക്കെ അലങ്കരിക്കുമ്പോൾ ഇതുപോലൊരു ഐറ്റം കൂടി ആയി കഴിഞ്ഞാൽ നല്ല കിട്ടി ലുക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് പല കളറിൽ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ ഇതുപോലെ ഗ്ലിറ്റേഴ്സൊക്കെ വാരി വിതറിയിട്ട് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഗ്രീൻ കളറാണെങ്കിൽ കുറച്ചുകൂടി ഒരു ട്രീയുടെ ഒരു ലുക്കൊക്കെ കിട്ടിയേനെ. നല്ല വലിയ ഗ്ലൂ കണ്ണൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് കുറച്ചും കൂടി നല്ല ഭംഗിയിൽ കട്ടിയുള്ള ട്രീ കിട്ടിയെന്ന്. എൻ്റെ ഗ്ലൂ കണ്ണ് ചെറുതായതുകൊണ്ട് അതൊന്ന് വരുന്ന ഈ ട്രീയുടെ ഷേപ്പ് വളരെ ചെറുതായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഗ്ലിറ്റർ അടിച്ച് വന്നപ്പോൾ നല്ല ലുക്കായിട്ടുണ്ട്. ഇങ്ങനെ 2-3 ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ പല പല ഡെക്കേഴ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ക്യാൻഡിൽ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇതൊന്ന് കണ്ടാലോ നല്ല അടിപൊളി ലുക്കായിട്ടുണ്ട്. നല്ല ഒരു ഗ്ലോ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ട്രീയോ അതല്ലെങ്കിൽ ക്രിസ്മസ് ക്രിബൊക്കെ അലങ്കരിക്കുമ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും.